ഫ്രണ്ട്സ് വേഴ്സസ് ഫിയാൻസി ആണ് ഗൈസ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ 3 പേർക്കാണോ അതല്ലെങ്കിൽ അമലിലാണോ അഞ്ചിനെ കൂടുതൽ അറിയാന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താ സംശയം? വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്, അതായത് പരിചയത്തിന് വർഷങ്ങളെ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് ഇന്നറിയാം ഗൈസ്. ഞാൻ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5 നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും പറ്റുന്നത് വെച്ചാൽ അമലിനും അറിയാം, ഞങ്ങളും അറിയാം. അല്ല, അമൽ അറിയാനും ചാൻസ് ഉണ്ട്, ഞങ്ങൾക്കും അറിയാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു. അതെ, അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന കാര്യം. ഇവരുടെ അടുത്ത് കുറച്ച് അധിക കാലം അറിയുന്നതും അമലിന്റെ അടുത്ത് കുറച്ച് അതെന്താ പറയാൻ കാരണം അഞ്ചുവിന് ശരിക്കും അമലേട്ടൻ ജയിക്കണം. എത്ര കൊല്ലായിട്ട് അറിയാം, എന്നിട്ട് ജുൻക തെറ്റിച്ചോ? അത് ശരിയാ, ഇവരാണോ ജയിച്ചത്? അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ ഇത് ഞാൻ കയ്യിലിട്ട് ഇരിക്കണ്ടേ ഇനി? ഞങ്ങൾ പറയുന്ന ഓരോ റോങ് ആൻസറിനും ആരാണോ റോങ് ആൻസർ പറയുന്നത് അവർക്ക് ഇടി കിട്ടും. ഇവിടെ ജുനുണ്ട് ഗൈസ്, ജുനു ഒരു ഹായ് പറയും. മൊത്തം തെറ്റിച്ചാണ്, ക്ഷമ ഇല്ല അതിനൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ഞാൻ കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ജുനുവിന് മാത്രം കാണിച്ചു കൊടുത്തോണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ തുടങ്ങിയാലോ? ശരിയാണല്ലോ. ഞങ്ങള് ശരിയാക്കിയില്ലെങ്കിൽ ഈ ശരിയാക്കണം, അതാ ഞങ്ങളെ സന്തോഷം. ഓക്കെ, അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്ന ഡാർക്ക് സ്പോട്ട്സ് ഇപ്പൊ കോമൺ ആണല്ലേ. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഡൾനെസ്സോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ ട്രൈ ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ആക്നെ സ്കാർസ് കൊണ്ട്, എക്സസൈസ് സൺ എക്സ്പോഷർ കൊണ്ട്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് വരുന്നത്. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാറാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലേ നമ്മളെ നാച്ചുറൽ ഗ്ലോ പുറത്തോട്ടേക്ക് വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസർ ആണ്. ഇതിപ്പോ ഞാൻ കുറെ കാലമായി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് സ്വരസ ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിനമൈഡും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ സ്വരസ ടെർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ നാച്ചുറൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. പിന്നെ നമുക്കിത് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ടാവും. ഇതിൽ 100 മടങ്ങ് ടെർമറിക് എക്സ്ട്രാക്ട് ആണ് ഉള്ളത്. അത് നമ്മുടെ ഫേസിലെ ഡൾനെസ് കുറയ്ക്കാനും സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ഡ്രോപ്സ് സിറം ഫേസിലാക്കി കൊടുത്തതിന് ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നത് വരെ. പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നതാണ്. ഇത് നമ്മൾ ഡെയിലി ട്വൈസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഞാനിത് രാവിലെ രാത്രിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സിറം അപ്ലൈ ചെയ്തതിന് ശേഷം സാധാ പോലെ തന്നെ നമുക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തേക്ക് പോവാം. ഈ ഒരു സിറം അപ്ലൈ ചെയ്തതിന് ശേഷം എന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫേസിന്റെ ഒരു നാച്ചുറൽ ഗ്ലോയും വന്നിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹിമാലയന്റെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസർ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ഇപ്പൊ തന്നെ ആമസോണിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ വേണ്ടവരൊക്കെ കയറി എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെ ഇട്ടിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വരാൻ കേട്ടോ. പിന്നെ അമലേട്ടനെ ചാലഞ്ചിൽ കൊണ്ടുവരാൻ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അമലേട്ടൻ വരുന്ന ആദ്യത്തെ ചാലഞ്ച് ഞാൻ തുടക്കത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. റെഡി അല്ലേ? റെഡി. ഫ്രണ്ട്സും റെഡി, ഫിയാൻസും റെഡി. ഓക്കെ, ഞാൻ തുടങ്ങാണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ എന്താ? 2 കളർ എഴുതണോ? 2 കളറോ? 2 വേണ്ട, ഒരു കളർ മതി. പെൻസിൽ പൊട്ടിപ്പോയി. പെൻസിൽ കളറില്ലേ? കഴിഞ്ഞ അത്ര കഴിഞ്ഞു. ഒരു കളർ എങ്ങനെ എഴുതിയുണ്ട്? ഒന്ന് മതി. നോക്കട്ടെ. കാണിക്കരുത്. എല്ലാരും എഴുതി. പറയട്ടെ, കാണിക്കട്ടെ. ഞാൻ പറയട്ടെ. ബ്ലാക്ക്, 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 ബ്ലൂ, ബ്ലാക്ക്, ബ്ലാക്ക്, മെറൂൺ. പക്ഷെ എല്ലാരും ബ്ലാക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്കോർ ഉണ്ട്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രണ്ട്സ് റെഡിയാക്കി, അമലേട്ടനും റെഡിയാക്കി. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയിരുന്നല്ലോ ജുനു. അതും കൂടി പറയണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ റെഡിയാക്കിയത് അമലേട്ടനാട്ടോ. ഞാൻ റെഡിയാക്കാൻ ഞാൻ ബ്ലാക്കും മെറൂണും എഴുതണം. എഴുതിയോ? രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. രണ്ടെണ്ണം എഴുതാൻ പറയുന്നു. രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞു. ഞാൻ കേട്ടില്ല, മെറൂൺ എഴുതിയിരുന്നു. അയ്യടാ. ഓക്കേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആക്കിയാണ്. ഇനി അടുത്തതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ മാർക്ക് നോട്ട് ചെയ്ത് വെച്ചോട്ടാ അമലെ. അവസാനം മാർക്ക് കുറഞ്ഞു പറഞ്ഞിട്ട് വരും. എന്നാ അവിടെ ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഓനവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്ക. ഞാൻ ചോദിക്കട്ടെ, അടുത്തത് എന്റെ പേരെന്താ? ഫുൾ നെയിം എന്താ? ഫുൾ നെയിം അഞ്ജിത MC. MC-ന്റെ ഫുൾ ഫോം എഴുതാം. റോൾ നമ്പർ മുതൽ എഴുതിയിരിക്കുകയാണ്. എഴുത്. MC-ന്റെ ഫുൾ ഫോം എന്താ? എനിക്കറിയേനു, മറന്നുപോയി. അമലട്ട് എഴുതുന്നുണ്ട്. അയ്യേ, നിങ്ങൾ ആരും എഴുതാണ്ട് അവരൊക്കെ മാത്രം എഴുതാൻ. എനിക്കറിയേനു. അത് ഒരുപാട് വർഷമായിട്ട് അറിയുന്നോണ്ട് അറിയാം. പകുതി എഴുതിയാൽ മതി അഞ്ജു. ഒരുപാട് വർഷമായിട്ട് അറിയുന്നോണ്ട് എഴുതാം. പകുതി എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് തരുള്ളൂ. ഇതൊക്കെ ചോദിച്ചു വെച്ചത് ആ കിട്ടി 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 കിട്ടി. സലൂൺ അടച്ചാൻ അറിയത് ശരിയാണോ? സ്കോപ്പ് അടിക്കുന്നതാ. ഓക്കെ റെഡി. ഓക്കെ, അവർക്ക് സമയം കൊടുത്താ ആലോചിക്കാം. ആലോചിച്ച പക്ഷെ കിട്ടൂല. നോക്ക് നോക്ക് നോക്ക്. കോപ്പി അടിക്കും. കോപ്പി അടിക്കാൻ പാടില്ല ഷാമി. അറിയില്ല ഗൈസ്, അത് അറിയില്ല. തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ നോക്ക്. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എഴുതിയ സലൂൺ എഴുതിയ മടത്തിൽ ചെറുവീട്. മരത്തിൽ ചെറുവീട്. പടത്തിൽ എനിക്ക് അറിയാം. ഓക്കെ അയ്യോ, ഇവർക്ക് രണ്ട്. മറന്നുപോയതാ. അല്ല, എനിക്ക് പടത്തിൽ കിട്ടിയിരുന്നു. ഞാൻ ഇനി കൊടുക്കട്ടെ? നല്ലതായിട്ട് കൊടുക്കണം, നല്ലതായിട്ട് കൊടുക്കണം. അതിന്റേത് അതെനിക്കറിയാം. അയ്യോ. ഓക്കെ, രണ്ടാക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ദിവസം ചോദിക്കട്ടെ. ഓക്കെ, അടുത്തത് ഏത് വേണം നോക്കട്ടെ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അതായത് മെയിലും ഫീമെയിലും, മലയാളം. അതിന്റെ കോമ്പിനേഷൻ ആണ് പറയണ്ടേ. അതായത് ആ ഒരു കോമ്പിനേഷനിലുള്ള സിനിമയോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അതായത് കോമ്പിനേഷനിലുള്ള ആക്ടറും ആക്ട്രസും അതിന്റെ ആ ഒരു കോമ്പിനേഷനില്ലേ, അത് മലയാളം എന്നൊന്നുമില്ല. മലയാളം അല്ല. അല്ല ശരിക്കും ഏതൊക്കെ ലാംഗ്വേജ് പറഞ്ഞ? ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കിട്ടും. അയ്യോ, ലാംഗ്വേജ് ഒന്നും പറയാൻ പറ്റില്ല. എന്താ ലാംഗ്വേജ് ഒക്കെ അറിയാം. ലാംഗ്വേജ് അറിയാത്ത ശരിയാക്കി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്താ? സൂര്യ ജ്യോതിക എന്നൊക്കെ പറയുന്നല്ലേ. സൂര്യൻ ഇഷ്ടമാണ്, പക്ഷെ കോംബോ ഇഷ്ടമാണ്. കോംബോ അത് സൂര്യ ജ്യോതിക അല്ല. എഴുത്. ഇവരിപ്പോ വിളിച്ചറിയും. കോംബോ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചാമിക്കൊക്കെ എന്തായാലും അറിയേണ്ടതാണ്. ഞാൻ എന്നെ കൊണ്ടേ അവിടെ ഇരുത്തിട്ട് ഓനെ ഇവിടെ ഇരുത്തിട്ടോ. മലയാളം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കോംബോ മലയാളം തമിഴും ഹിന്ദി ആവാം, അതാണ് ക്ലൂ. മലയാളം ആവാം. മലയാളം തമിഴ് എന്തായാലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. മലയാളം ഞാൻ എഴുതി ശരിയാണോ ഇന്നെ ശ്രദ്ധിക്കൂ. ഞാൻ ഒരു ഹിന്റ് തരാം. മലയാളം തമിഴ് ഹിന്ദി, അതാണ് എന്റെ ഹിന്ദി. ഇതിലപ്പുറത്ത് എനിക്കൊന്നും ചെയ്യാനില്ല. പഠിച്ചാനെ ഞാൻ എഴുതി തെറ്റി. എഴുതി കഴിഞ്ഞാ ശരിയാന്നറിയില്ല. ശരിയാ. എഴുതിയോ? ശ്രീ എല്ലാരും എഴുതി. ക്ലൂ കൊടുക്കട്ടെ ഞാൻ ഗൈസ്. നീയല്ലേ നേരത്തെ എഴുതുന്നുണ്ട്? അത് ഞാൻ നമ്മളിപ്പോ തന്ന ക്ലൂന് മാച്ചാണ് ഞാൻ എഴുതിയത്. ലാസ്റ്റ് പറഞ്ഞ ശ്രദ്ധിച്ചാൽ ഓക്കെ, ഞാൻ എഴുതി. നിങ്ങൾ എഴുതിയോ? എഴുതി. എഴുതി. അവരുടെ ഹിന്ദി ശ്രീക്ക് സമയമില്ല. ഓക്കെ, ഞാൻ എഴുതിയോ? എഴുതി. റെഡി? കാണിക്കട്ടെ. അഞ്ച് പറഞ്ഞോ. കാണിക്കേ. 2 1 go. കാണിക്ക്. SRK കാജൽ. ഇവര് മൂന്ന് പേര് ശരിയാക്കി. വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹിന്ദിയാ പറയല്ലേ. ഹിന്ദി ഹിന്ദിന്ന് പ്രത്യേക ഞാൻ വിചാരിച്ച മലയാളം ഹിന്ദി ഇത് തമിഴ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മൂന്നെണ്ണത്തിലുള്ള ആളായിരുന്നു. അതെനിക്ക് കൺഫ്യൂഷൻ ആയി. എന്തായാലും വന്നേ, ഓരൊക്കെ കറക്റ്റ് ആക്കിയല്ലോ. വിജയ് മലയാളത്തിലില്ലല്ലോ. അതെ, വിജയ് മലയാളത്തിൽ. അതാണ് എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ആയത്. ഒരു മിനിറ്റ്, ഞാൻ
വിജയ് ഹിന്ദിയിലല്ലോ. ഡബ് ഡബ് 3 ചോദ്യം ചോദിച്ചു. ഫസ്റ്റ് 3 ചോദ്യം അമലേട്ട് 3 സ്കോർ ചെയ്തിട്ടുണ്ട്. അല്ലു 3 സ്കോർ ചെയ്തിട്ടുണ്ട്. ഷാമി 2 എണ്ണം, ശ്രീ 1. ഇവരെ മാറ്റിയിട്ട് ഈ അവിടെ പോയി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യമാണ്. ഞാൻ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 10ാം ക്ലാസ്സിലും, അത് 10ാം ക്ലാസ് എന്നല്ല, പൊതുവേ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ആളുടെ ഇങ്ങനെ കോമഡി അല്ലെങ്കിൽ ഒരു ഫിലിം സീനൊക്കെ ഇല്ലേ, അത് കോമഡി ഡയലോഗ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നടക്കും. ഒരു കോമഡി ഡയലോഗ്, അതായത് ഒരു സിനിമയത്തെ ഒരു സീനാണ്, അത് ഏതാണ്? അയ്യോ, അത് നമ്മളടുത്ത് പറയണ്ട. അത് ഞാൻ പറഞ്ഞു. അതായത് നമ്മളെ ഇടയിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന, എപ്പോഴും അല്ല, അതായത് ആ ഒരു യൂസ് ചെയ്യുന്ന, അതായത് ആ സിനിമകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഫണ്ണി ആയിട്ട് എപ്പോഴും തലയിൽ എനിക്ക് നിൽക്കുന്നതും ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ലോഡ് ഉണ്ടല്ലോ. സിനിമകൾ സീരീസ് ആണെന്ന് തോന്നുന്നല്ലേ? അല്ലല്ല, അതായത് ഇപ്പൊ പണ്ടത്തെ പുലിവാൽ കല്യാണാന്ന് വെച്ചോ, അതിലത്തെ ഒരു കോമഡി, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ഉദാഹരണം തരാൻ പറ്റില്ല, ക്ലൂ തരാൻ പറ്റില്ല. എനിക്ക് എന്റെ തലയിൽ ഒരു ലോഡ് വരുന്നുണ്ട്. എനിക്ക് മറ്റേ 10ാം ക്ലാസ്സിലൊക്കെ ചളി പറഞ്ഞ് നടന്നു നോക്കി ഓരോ ഏതെങ്കിലും ഒരു കോമഡി എഴുതിയാലും മതി. എനിക്കറിയില്ല. ഏതെങ്കിലും ഞാനില്ല. അതെ, ഏതെങ്കിലും ഒരു കോമഡി എഴുതിയാലും മതി. അതായത് ആ സിനിമയിലെ ഡയലോഗ് ആ ആക്ടർ എങ്ങനെയാ പറഞ്ഞ അതിന്റെ കോമഡിയിലെ മോഡുലേഷനിൽ ഞാൻ അങ്ങനെ പറയും. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? കൊള്ളാം, ഭയങ്കര ടഫാണ്. ഇതില് ഞാൻ പറയുന്ന ഡയലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാർക്ക് തരും. എന്നാ കഴിഞ്ഞ എല്ലാരും കഴിഞ്ഞോ? എന്നാ കാണിക്ക്. മറ്റേ മണിച്ചിത്രത്താഴിലെ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കല്യാണം എന്ത് ഞാൻ കുറച്ച് ചോറട്ടെ. ഇതെപ്പോഴാണ് ഈ പറഞ്ഞത്? ചക്ക വീണും മൊയിലെടുത്തു. ശരിക്കും അല്ലാതെ മനസ്സിലായിട്ട് പറഞ്ഞല്ല. അല്ല, ഓനോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഗസ് ചെയ്ത് ചിലപ്പോ ശരി വന്നാലോ. അല്ല, അനക്കറിയില്ല. ഞാൻ അച്ഛൻ പോടാ നീ കുറെ പറയില്ല. ഇത് മാർക്കറാൻ പറ്റില്ല എന്നോട്. ഞാൻ പറയാൻ എനിക്ക് തീരുമാനം കിട്ടണം. ആ ഡയലോഗ് പറയില്ലേ നമ്മള്, മറ്റു മണിച്ചിത്രത്താഴിലെ ഇല്ല പറയാറില്ല. മണിച്ചിത്രത്താഴ് ട്രിപ്പൊക്കെ പോകുമ്പോ കണ്ടിട്ട് അതിനെ പറ്റി നമ്മള് ഭയങ്കര വാചാലായിട്ട് കണ്ടപ്പോ പറഞ്ഞതല്ലേ. അമലേട്ടനാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. സല്ലുവിന്റെ മാർക്ക് തരും. കാരണം ഉള്ളത് പറഞ്ഞു നടക്കാറുണ്ട്. ഇടി തരട്ടെ. കിട്ടിയതാ. ഓക്കെ, ശ്രീക്ക് 3 ഇടി കിട്ടി. ടഫൊന്നല്ല അത്ര. 4 മാർക്ക് കിട്ടി നിങ്ങൾക്ക്. നിങ്ങളൊന്നും പോലും തെറ്റിച്ചില്ല. ഒരുമിച്ച് പഠിച്ചു എന്നാ പറഞ്ഞേ. ഒരുമിച്ച് പഠിച്ചെന്നാ പറഞ്ഞത്. ഇതുവരെ എനിക്കൊരു ഇടി തരാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഭാഗ്യം. 4 ചോദ്യമായിട്ടല്ലേ എത്ര കാലമായടാ നീയൊക്കെ എന്റെ കൂടെ കൂടുന്നത്? ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം. ഒരു മാർക്കല്ലേ എന്നെ കാട്ടി കൂടുതലുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്. എനിക്ക് മലയാളത്തില് എഴുത്തുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവര് പേര് ഞാനും പേരെനിക്ക് ഫുൾ നെയിം എനിക്ക് പറഞ്ഞു. എന്റെ ഇതില് തീരെ ഇത് മറക്കാൻ പാടില്ല. കാര്യം ഞാൻ ആ ബുക്ക് അതും കിട്ടി. സമയം കൊണ്ട് ഞാൻ കൂടുതൽ വായിക്കാം. അല്ലാതെ അമലേട്ട സ്കോർ ചെയ്യുന്നു. പറയാം. ഓക്കെ, കാണിക്ക്. 3, 2, 1 ഗോ. മാധവിക്കുട്ടി. എല്ലാരും എഴുതി. ഇടി കൊടുക്കാനുള്ള ചാൻസ് പോയി. ഇതിലെല്ലാവർക്കും പോയിട്ടുണ്ട്. ഇത് ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇത് നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇത് അവലായിട്ട് ശരിക്കും 2 എണ്ണം ചക്കിട്ടപ്പോ മൊയിലെത്തല്ലേ? അല്ല, ഇത് എനിക്ക് പേര് സംഭവം ഓർമ്മയില്ല, പക്ഷെ എനിക്ക് പേര് കിട്ടില്ല. എന്നാലും ചക്കിട്ടപ്പോ മൊയിലെത്തന്നെ. കല്യാണരാമൻ അതുപോലെ തന്നെ. അതെ, ഇതിലിപ്പോ എല്ലാരും ഒരുപോലെ സ്കോർ ചെയ്ത്. അതുപോലെ സ്കോർ ചെയ്ത്. ഇനി നിങ്ങളെ വെട്ടിക്കാനുള്ളതാണ് ഞങ്ങളെ ശ്രമങ്ങൾ. അതെ. ഓക്കെ, ഇനി എന്റെ
അടുത്ത ചോദ്യം. ഇതിപ്പോ എത്രാമത്തെ ചോദ്യ? അഞ്ച് ചോദ്യം കഴിഞ്ഞ ആറാമത്തെ ചോദ്യം. ഇന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം, കൂട്ടത്തിൽ ഇന്റെ ബർത്ത് സ്റ്റാറും എഴുതണം, അതായത് നക്ഷത്രം. എനിക്ക് തലയില് നിൽക്കൂല. അതെനിക്കറിയില്ല. എന്റെ ഞാൻ എഴുതിയ എന്റെ സോഡിയാക് സൈൻ വരെ ഞാൻ എഴുതിയതാ ഷാമി. ആരും എഴുതിയില്ല. ശ്രീ എഴുതിയില്ല, ജുനു എഴുതിയില്ല, ഞാൻ മാത്രം എഴുതിയത്. ആ ഡേറ്റ് ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇന്നത് പറഞ്ഞു, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. എഴുതി കഴിഞ്ഞ് കറക്റ്റ് ഉറപ്പുണ്ടോ? അറിയൂ. അല്ല അതോരറിയാൻ ചാൻസ് അതെനിക്കല്ലേ എനിക്കറിയില്ല. സ്റ്റാർ മറക്കൂല. സ്റ്റാർ മറക്കൂല, ബർത്ത് സ്റ്റാർ അവന് മറക്കൂല. ഇവരെന്താ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? പിന്നെ ഇവക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടി. അതാ ഞാൻ റെക്കോർഡ് അവിടെ ഇട്ടിട്ട് ജാമ്യ പറഞ്ഞു കൊടുത്തില്ലേ? കളകളി ശരിയാവില്ല. നല്ല ആഗ്രഹമുണ്ട്. അവിടെ full എല്ലാവരും കാണണം. ഷാമിക്ക് മൈനസ് കൊടുക്കണം. ഇവിടെ ഓർഡർ ഞാനൊരു കാര്യം പറയട്ടെ. ഷാം ഇത്രയും നേരം പറഞ്ഞത് നോക്കൊന്നും ഓർമ്മയില്ല. ഈ നോക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് എനിക്ക് 100% ക്യാമറയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതാ കളന്ന് കയ്യിൽ നിന്ന് സ്ലേറ്റ് ഒക്കെ വീണു. അതെ, ഇത് മറ്റേ മാല എന്ന് പറഞ്ഞിട്ട് മല എഴുതിക്കുന്ന പോലെ വേറെ ഷാമി ശരിയാക്കി ഷാമിക്ക് മൈനസ്. ഓക്കെ, ഞാൻ എണ്ണാൻ പോവാ. അതന്നെ 2 3 ഓക്കെ 3 2 1 ഗോ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? 1997 ആണ്. അതെ. പിന്നെ ജനുവരി ആണ്, ആ 19 ആണ് ഡേറ്റ്. ആ. നക്ഷത്രം രോഹിണി. 1990 7 ഉദ്ദേശിച്ചത്. ആരാ പറഞ്ഞേ? സത്യം പറഞ്ഞു. ഇതിന് അതൊക്കെ ഞാൻ സമ്മതിച്ചു. ആര് പറഞ്ഞു? അത് ആര് പറഞ്ഞു? സത്യം പറയിപ്പിക്കില്ല. സത്യം പറയട്ടെ. ഒരു മിനിറ്റ് മാർക്ക് ഇട്ടോ. നിങ്ങൾ മാർക്ക് ഇട്ടോ. ഷാമി പറയും. ഞാൻ പറഞ്ഞുതരാം. രോഹിണി എന്നുള്ളത് ഞാൻ അമലേട്ടനെ നോക്കി എഴുതിയതാണ്. ബാക്കിക്ക് മൈനസ് പോയിന്റ് കൊടുക്കണം. മൈനസ് കൊടുക്കണം. മൈനസ് ഒന്നുമില്ലേ കാക്ക? മൈനസ് കൊടുക്കണം. പൂജടാ ഇല്ല, കോപ്പി അടിക്കാൻ പാടില്ല. പൂജടാ കാക്ക. അമലേട്ടൻ കാണിച്ചത് അമലേട്ടന് പൂജ അത് ശരിയാ. അത് ശരിയാണ്. ഒരു മനുഷ്യനുള്ള പരിഗണന ഒഴിവാക്കാം. 0 ആക്കിയാ പോരെ? ഞാൻ 0 ഹാഫ് ഇട്ടോ. ഞാൻ ഹാഫ് ഇട്ട്. ഞാൻ കള്ളക്കളി കളിച്ചു, അതെനിക്കറിയാം. ഞാൻ സമ്മതിച്ചു. ഇനി അടുത്ത നമ്മുടെ ചാനലിന്റെ ചരിത്രത്തിൽ നടക്കാത്തതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ചരിത്രം വഴി മാറും. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഏച്ചിന്റെ മക്കളില്ലേ? അയ്യോ, ഏച്ചിന്റെ 2 മക്കളാണ്, 2 ബോയ്സ്. അവരെ ഫുൾ നെയിം എന്താ? വീട്ടിൽ നിന്ന് വിളിക്കുക അപ്പു കുട്ടു എന്നാണ്. പിന്നെ ഒറിജിനൽ നെയിം എന്താ? സോറി, ഒന്നും അറിയില്ല. അതിന്റെ കൂട്ടത്തില് ദേവുവിന്റെ കൂടി എഴുതണേ. ഈ കുട്ടികളൊക്കെ നമ്മള് വീട്ടിൽ ദേവുവിനെ എനിക്കറിയാം. ദേവുവിന്റെ എഴുതണം. അത് അപ്പും കുട്ടും ദേവു ആണുള്ളത്. അവര് 3 പേരെ ഫുൾ നെയിം. ദേവുവിനെ എനിക്കറിയാം. ദേവുവിന്റെ എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ട്. എഴുതിയോ? ഒറിജിനൽ പേര് തലേ നിൽക്കൂല. ഏകദേശം ഞാനൊന്ന് എഴുതുന്നുണ്ട്, പക്ഷെ ശരിയാണെന്ന് അറിയില്ല. എഴുതിയോ? അല്ല, എനിക്ക് ദേവുവിന്റെ 2 ശരിയാക്കി കഴിഞ്ഞാൽ പോയിന്റ്സ് തരുമോ? 2 ശരിയാക്കിയല്ലേ? 2 ശരിയാക്കി കഴിഞ്ഞാൽ പോയിന്റ്സ് തരാം. ഞാൻ എന്റെ ഊഹത്തിൽ ഒരു പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അല്ല, ദേവുവിന്റെ ഫുൾ നെയിം എന്താ? ആലോചിക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ പേരോ എന്നൊക്കെ ചോദിച്ചത് ഓർമ്മ ഉണ്ടോ? അതാണോ പേര്? അപ്പൊ ആ പേര് അല്ലെന്നാ പേര് കൂടി അവിടെ പറഞ്ഞെടുത്താ പോരെ. ദേവു എന്നുള്ള പേര് വെച്ചിട്ട് സാമ്യമില്ല പേരിന്. ദേവിക എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നല്ല, ദേവു എന്നുള്ള പേര് വെച്ച് യാതൊരു സാമ്യമില്ല. എഴുതി നമ്മളെ ഇല്ല, 3 എഴുതി. 2 എഴുതി. 2 എഴുതിയാലും സ്കോർ തരാം കേട്ടോ. ഓ, അത് മതി. അത് സ്കോർ കിട്ടി എന്തായാലും. നല്ല എഴുതിയോ? ഞാൻ 2 എഴുതിയുണ്ട്. ഓക്കെ, 3 2 1 ഗോ. അമൻ ഋത്വിക് ധ്രുവ. അങ്ങനെ എന്തോ ഒരു ഡീൽ അവനെന്ത്യാനും മിലീന അമൻ. ഓ, correct. സല്ലു.
ദേവുവിന്റെ പേര് നിലീന എന്നാണ്, അപ്പൂസിന്റെ പേര് അമൻ എന്നാണ്, കുട്ടൂസിന്റെ പേര് ധ്യാൻ എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഡി വെച്ചിട്ട് ഋത്വിക് ആരാന്ന് എനിക്കറിയാം. അത് തോത്തു അത് ചോട്ടയാണ്, അതിനെക്കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇപ്പൊ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറയുന്നത് സല്ലുവിന് എത്രയും 7 പോയിന്റ്. 7 പോയിന്റ്. 7 ചോദ്യത്തിന് 7 പോയിന്റ്. ആലേട്ടന് 7 പോയിന്റ്. ഞങ്ങൾക്ക് എനിക്ക് 3.5. 3 എനിക്ക് 3. വെരി ഗുഡ്. ഈ സൈഡ് ഭയങ്കര വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. ഓക്കെ, അതിനുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പെടാഞ്ഞാ മതി. ഓക്കെ, അടുത്ത ചോദ്യം. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്. ഇഷ്ടമില്ലാത്ത ഫുഡ്? ഞാൻ ഓപ്ഷൻസ് തരാം. നൂഡിൽസ്, പാസ്ത, ബർഗർ. അത് കുറച്ച് ബുദ്ധിമുട്ടാ. കാര്യം ഒരുവിധം ഒന്നും അത് 3 അത്രയൊന്നും ഇഷ്ടല്ല. കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഏതാണ് ഇപ്പൊ ചോദ്യം. അതെ, ഇഷ്ടമില്ലാത്താണ് വലിയ ഇഷ്ടമില്ലാത്താണ് ഈ 3 ഞാൻ എഴുതി. അടിക്കട്ടെ. എഴുതിയാ? 3, 2, 1 go. നൂഡിൽസ്, നൂഡിൽസ്, പാസ്ത. പാസ്ത. ഇവര് പരസ്പരം അങ്ങോട്ടും കോപ്പി ഇവർക്ക് ഇടി കൊടുക്കാം. മാർക്കില്ല കേട്ടോ, 0. ഓക്കെ, ശീലായി പോയി പോയിന്റ് ഇട്ടിട്ട്. എന്തൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ ഭാഗം വീക്കാണ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഇവിടെ ചെലവിന് പോയപ്പോ ഈ പറഞ്ഞില്ലേ പാസ്ത വാങ്ങിക്കാന്ന്. ഇഷ്ടമല്ല. നൂഡിൽസ് വാങ്ങുമ്പോ എന്റെ ബാക്കി ഇവിടെ തിന്നാറുണ്ടോ? നോർമലി തിന്നാറുണ്ട്. ഒരു കാര്യമാണ് 2 ദിവസം മുന്നേ പോയിട്ട് പാസ്ത വാങ്ങിക്കാന്ന്. പക്ഷെ അത് വെച്ച് ഈ ആലോചിക്കരുത്. ഞാൻ എന്നോട് എന്തെങ്കിലും പാസ്ത വേണമെന്ന് പറഞ്ഞ് ഈ കേട്ടുണ്ടോ? ഈ നേരെ എന്നോട് ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇപ്പൊ ഇവര് 2 സൈഡും, അതായത് 2 സൈഡല്ല, ഇതൊരു സൈഡും ഇവരും വേറൊരു സൈഡും ആണ്. പക്ഷെ ശക്തി കേന്ദ്രമായിട്ട് ഇവരിങ്ങനെ വളർന്നു വന്നോണ്ടിരിക്കുകയാണ്. നമ്മള് ഫ്രണ്ട്സ് ടീമാണ് എപ്പോഴും മുന്നില്. എനിക്ക് 7 പോയിന്റ് ഇല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എനിക്ക് ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഡ്രസ്സിങ് എന്താണ്? ഇതൊന്നും ചോദിക്കല, എല്ലാം അറിയണം. വളരെ സിമ്പിൾ. ഫ്രണ്ട്സ് ആണെങ്കിലും ഫിയാൻസി ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കണ്ടേ? കുറച്ച് അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമല്ലോ. അതിലിപ്പം കുറച്ചായിട്ട് ഇപ്പൊ ഇതിനോടാണ് താല്പര്യം. ഭയങ്കര സിമ്പിൾ ആയി പോയി ക്വസ്റ്റ്യൻ അല്ലേ? കണ്ട എത്ര പെട്ടെന്ന് എഴുതി. നേരത്തെ കിടന്ന് തിരിഞ്ഞ് കളിക്കായിരുന്നു, അറിയാഞ്ഞിട്ടാ. അമലേട്ടാ ലഹങ്ക. ഓക്കെ, എഴുതി കഴിഞ്ഞോ? Ready, 3, 2, 1 go. എന്താ എഴുതിയേ? കുർത്ത. ലെഗിന് ടോപ്പ്, ചുരിദാർ. ഇപ്പം അടുത്ത കാലങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് അധികം കംഫർട്ടബിൾ ആവുന്നുണ്ട്. അതെ, ഇനി ഞാൻ അടുത്ത ചോദിക്കട്ടെ. എന്റെ 10th പെർസെന്റേജ് അയ്യോ, ഇത് പറയണം. പഠിപ്പിരുന്നോ? ഇല്ല, നമ്മൾ ഏതൊരു ഇന്റർവ്യൂല് ഉണ്ട്. അത് നിങ്ങളെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആലോചിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്രോക്സിമേറ്റ് അല്ല, കറക്റ്റ് പറയണം. എന്തായിരിക്കും? ഞാൻ പഠിപ്പിയായിരുന്നോ? ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ആവറേജ് സ്റ്റുഡന്റ്. അപ്പൊ ആവറേജ് സ്റ്റുഡന്റിന് കിട്ടുന്ന ആ ഒരു സ്കോർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെർസെന്റേജ് എഴുതിയില്ലേ? ഓക്കെ, 3, 2, 1 go. 75. 76. 50 ഞാൻ പൊട്ടിന്ന് പറയുന്നത്. 50 ഞാൻ പൊട്ടിയില്ലേ? ആവറേജ് പറഞ്ഞപ്പോ 100ന്റെ പകുതി എഴുതി വെച്ചതാ. തെറ്റാ. ഒരു പെർസെന്റേജ് അല്ലേ?
അതെനിക്ക് കറക്റ്റ് ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ 50% നല്ല എഴുതി. ഓക്കെ അപ്പൊ ഇവിടെയാണ് അടി കൂടി അവിടെ കൂടി 2 9 പോയിന്റ് സല്ലു ഒന്നുപോലും തെറ്റിച്ചില്ല ഒന്ന് തെറ്റിച്ച്. ഉള്ളിൽ തെറ്റിച്ച്. അവലായിരുന്നു 2 എണ്ണം തെറ്റിച്ചിട്ടപ്പോ ഓക്കെ അപ്പൊ അതിൽ 8 പോയിന്റ്. അടുത്തത് ഞാൻ ഗെയിംസ് ഒക്കെ കളിക്കല്ലോ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഏതാണ്? അതായത് ഞാൻ വിവരിക്കൊന്നും വേണ്ട ആ ഒരു ടൈപ്പ് അതായത് ഞാൻ സ്ഥിരം കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട് അത് ഗെയിം എങ്ങനത്തെ ഗെയിമാണ്? ജോണർ മീൻസ് എങ്ങനത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാർ റേസിംഗ് അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഇല്ലേ? മനസ്സിലായി. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ എഴുതി വെക്കട്ടെ, അല്ലാതെ എനിക്ക് പറയാറില്ല. എഴുതി വെച്ചോ, അത് കൺവേ ആയാൽ മതി. എഴുതി വെച്ചോ, കൺവേ ആയാൽ മതി. ഒന്ന് കണ്ണ് വെച്ചാല് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അതാണ് സംഭവം. അതാ ഞാൻ ചോദിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചോദ്യമൊക്കെ ഇവന് ഈ പറഞ്ഞ അറിവുള്ളൂ, ഞങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുള്ള അറിവുണ്ട്. അതാണ് ആ ഒരു വ്യത്യാസം. പക്ഷെ എന്നാലും പറഞ്ഞത് ഓർമ്മ ഉണ്ടോന്ന് അറിയാലോ. എഴുതിയോ? ഇവിടെ കഥ എഴുതി കഴിഞ്ഞോ? 3, 2, 1 ഗോ. ഈ മറ്റേ സിറ്റി ബിൽഡിംഗ്. ഞാൻ സിറ്റി ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വരിക, ഓരോന്നും ഇങ്ങനെ കറക്റ്റ് അതിന്റെ വേർഡ് ഫാമിംഗ് എന്നാണ്. പക്ഷെ ഇവര് എഴുതിയതും സംഭവം കറക്റ്റ് ആണ്. ഞാൻ മറ്റേ ക്യാരറ്റ് ഉണ്ടാക്കി ഇത് കറക്റ്റ് എടുക്കും, എന്നിട്ട് പോയി കൊണ്ടുപോയി വിൽക്കും. സിറ്റി വലുതാക്കി അതെ, അതന്നെ ഞാൻ ചെയ്യാം. ഞാൻ എന്താ ചെയ്യാച്ചാല് ഇപ്പൊ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ട് അത് വളർന്ന് വന്ന് അത് വിറ്റിട്ട് വെള്ളം ഒഴിച്ച് വളർത്തിയിട്ട് വിറ്റിട്ട് അതിനുള്ള പൈസക്ക് ഒരു ബിൽഡിംഗ് വാങ്ങുന്നു, അവിടെ എന്തെങ്കിലും തുടങ്ങുന്നു. അത് ഞാൻ ഇപ്പോഴും കളിക്കുന്ന കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും പോയി. ഓക്കെ, നിങ്ങള് തമ്മില് 1 പോയിന്റിന് ഡിഫറൻസ്. നിങ്ങള് തമ്മില് അല്ല അമലേട്ടാ, 1 പോയിന്റ് പൂജ്യം ഉണ്ടല്ലോ. ആ പൂജ്യം ഇട്ടാണ് ഞാൻ എന്തിനെങ്കിലും പൈസ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മടുപ്പ് തോന്നാണ്ട് ഞാൻ ചെലവാക്കുന്നത് എന്ത് വാങ്ങിക്കാനായിരിക്കും. എല്ലാവർക്കും എല്ലാം അറിയാം. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എല്ലാം അറിയാം. വേഗം ഇരുന്ന് എഴുതുന്നു. കുഴപ്പമില്ല, സാധനം അതായ മതി. ഈ കാര്യത്തില് പൈസ ചെലവാക്കുന്നതിന് അതെ. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? കാണിച്ചോ. 3, 2, 1 go. ചെരുപ്പാ, ഞാൻ ഡ്രസ് ചെരുപ്പ്. 14 ജോഡി. അല്ല, അത് ശരിയാണ്. ഒരു ലോഡ് ചെരുപ്പുണ്ട്, ഇതൊക്കെ ചെരുപ്പിനോട് ഭയങ്കര ക്രേസാ. അപ്പൊ പല പല കളറില് പല പല മോഡലുകൾ മേടിച്ച് അതെ, പക്ഷെ ഇടാറൊറ്റൊന്ന് മാത്രാണ്. എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാം. അല്ല, അത് ശരിയാണ്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങണ്ട. പക്ഷെ ഇവര് 3 പേര് ചെരുപ്പ് എന്നല്ല എഴുതിയേ. ചെരുപ്പ് ഒരു ചെരുപ്പ് വാങ്ങി കൊടുത്താ പ്രൊഫഷൻ ഒറ്റൊരാൾക്ക് മാത്രമേ ഇടി കൊടുക്കണ്ടുള്ളൂ. കൊടുത്തരട്ടെ. എത്ര വലിയ ഇഷ്ടം അറിയില്ലെന്ന് വെച്ചാൽ ഇടി കൊടുക്കാൻ നിർബന്ധം. ഇത് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ, സീരിയസ് ആയിട്ട്. ഞാനത് എപ്പോഴും ഞാൻ പറയുന്നതാ ചെരുപ്പിന്റെ കാര്യം. മറന്ന്, അത് വലിയ വിഷയം തന്നെ. അത് മറക്കാൻ പാടില്ല. എനിക്ക് ഓർമ്മ ഉണ്ട് അഞ്ചി പറഞ്ഞത്. അന്ന് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാനൊരു സാധനം അപ്പം അമലേട്ടൻ ചോദിച്ച ചെരുപ്പല്ലേ അന്ന് എന്നിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, അതായത് കുറെ ഉണ്ട്, അപ്പൊ പിന്നെയും വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചെരുപ്പല്ലേ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു അത് എഴുതുമായിരിക്കും. ഇവരതായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാലും എഴുതുന്നു വിചാരിച്ചിട്ടോ. പക്ഷെ ഞാൻ തെറ്റിച്ച്. വിഷമം മുഖത്തുണ്ട്. പറയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ 12 ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചേ? ഓക്കെ, അതിൽ എത്ര സല്ലൂന്? ഓക്കെ, അവലേട്ടന് 9, ഷാമിക്ക് 7, ശ്രീക്ക് 8, സല്ലൂന് 11, അമലേട്ടന് 9 ആട്ടോള്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇപ്പൊ ഈ പോണ കരിയർ അല്ലാണ്ട് വേറൊരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് എന്തായിരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലി?
എഴുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞോ ഞാനൊന്ന് ആലോചിക്കട്ടെ, കുറച്ച് സമയം. അത് കുറച്ച് ബുദ്ധിമുട്ടാ. എപ്പോഴും അങ്ങനെ പറയുന്ന ഒരു സാധനമല്ലല്ലോ. അതെ, എപ്പോഴും പറയുന്ന സാധനമല്ല. പക്ഷെ ഇങ്ങനെ എഴുതി. ഇതിനൊക്കെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായി. എന്താ ഭാഗ്യം. എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കും, ഇവിടെ ചിരിക്കുക. അറിയില്ല. ഞാൻ വിട്ടു. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. മതി, കഴിഞ്ഞ്. കഴിഞ്ഞ്. ആ, ടിക് ടിക് 6, 7, 8, 9, 10. വെറുതെ എണ്ണാനാണോ ഈ 10 വരെ പറഞ്ഞത്? ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ വെറുതെ ഒക്കെ എഴുതി 3, വെച്ചിട്ടുണ്ട്. ആയിരിക്കുമെന്നൊക്കെ ഒരു doubt. go. എന്താ? നഴ്സിംഗ്. കാക്കൊന്നും എഴുതിയില്ല, ഞാനൊന്നും എഴുതിയില്ല. ഓർമ്മയുണ്ട്, മുന്നേ പറഞ്ഞത് ഇപ്പഴാ ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലേ? പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നേഴ്സിംഗ് നീ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നഴ്സിംഗ് ഭയങ്കര പക്ഷെ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ആയിട്ടേ പറഞ്ഞുള്ളൂ. അത് അത് കറക്റ്റായി. അമലേട്ടൻ മാത്രം കറക്റ്റായി. അങ്ങോട്ട് പരസ്പരം ചോദിക്കണ്ടാവോ? ഇതല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് സംസാരിച്ചു. ചോദിച്ചില്ല. നിങ്ങളെ ഈ അടുത്ത് ചോദിക്കാം. എന്തുകൊണ്ട് ചോദിച്ചില്ല? ഞങ്ങൾ എപ്പോഴും കൂടെ ഉള്ളതല്ലേ, അപ്പൊ ഞങ്ങൾ ഓക്കെ, സല്യൂട്ട്. ഓക്കെ ഇപ്പഴെനിക്ക് സന്തോഷമായി. സന്തോഷായില്ലേ? ഓക്കെ, ഇപ്പൊ ഇതിൽ അമലേട്ടന് മാത്രമേ സ്കോർ ഉള്ളൂ. അവന്റെ മുഖം എപ്പോഴാ തെളിഞ്ഞു കാണുന്നത്? സ്കോർ എഴുതി. ആ, ശരി. എല്ലാരും ഇട്ടി വാങ്ങിയില്ലേ ഇപ്പൊ? എല്ലാരും വാങ്ങി. സംതൃപ്തി. സംതൃപ്തിയായത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ചെറുപ്പത്തില് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ആളുണ്ടായിരുന്നു. ഇപ്പൊ അയാളില്ല. ആരാ? അതറിയാം. ആരാ 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 ആരാ? ഇതൊക്കെ ഇവർക്ക് ഓർമ്മ ഉണ്ടോന്ന് ഞാൻ ആലോചിക്കും. ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറയുന്ന കാര്യമാണ്. എപ്പോഴെങ്കിലല്ല, എപ്പോഴും പറയും. ആണല്ലേ? അറിയാലേ? ഓക്കെ, വലിയച്ഛൻ. ഇല്ലേ ചേ? അച്ചാച്ചൻ അച്ഛനാണ്, വല്യച്ഛനല്ല. പോയി പോയി. വല്യച്ഛൻ എന്ന് പറഞ്ഞ ഞാൻ അച്ഛന്റെ സീറോ. വല്യച്ഛൻ എന്ന് പറയുമ്പോ അച്ഛൻ എന്ന് പറയുമ്പോ സെയിം അല്ലേ? വല്യച്ഛൻ എന്നല്ല, അച്ഛന്റെ ഏട്ടനാ. അച്ഛൻ എന്ന് പറയുന്ന അച്ഛന്റെ അച്ഛനാ. അതാ ഞാൻ ഉദ്ദേശിച്ചേ, അച്ഛനെ ഉദ്ദേശിച്ചേ. ഓക്കെ, അരമാർക്ക് കൊടുക്കാം. അല്ല, ഞാന് അച്ഛനെ ഉദ്ദേശിച്ചേ. അല്ല, ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച ആള് പക്ഷെ അമലേട്ടൻ സ്ട്രീം കറക്റ്റ് പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് വേണ്ട. അരമാർക്ക്. പക്ഷെ വല്യച്ഛൻ അച്ഛൻ എന്ന് പറയുമ്പോ ആൾക്കാര് ശരിക്കും ഉദ്ദേശിച്ചത് അതല്ലേ? ഉദ്ദേശിച്ച ആള്. ഉദ്ദേശിച്ചത് ഇവര് ഉദ്ദേശിച്ച ആള് ഒരാൾ തന്നെയാണ്. പക്ഷെ എഴുതിയാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റും. അരമാർക്ക്. ഞാൻ ഇത് സമ്മതിച്ചില്ല. ഫുൾ മാർക്ക് വേണം. കുട്ടി ഒരു മാർക്ക്. എന്നാലും ഞാൻ ഉദ്ദേശിച്ച അച്ഛനെ. ഞാനിവരും തമ്മിൽ അരമാർക്കിൽ വ്യത്യാസമുണ്ട്. അരമാർക്ക് അല്ല, ഒരു ചെറിയ ഇടിയുണ്ട്. കുഞ്ഞിടി. കുഞ്ഞിടി. അച്ഛനെ പറ്റി എപ്പോഴും പറയുന്നതല്ലേ. അതെ, അപ്പൊ അച്ഛനെ ഞാൻ പറയില്ല, വല്യച്ഛനെ അല്ല പറയാറ്. ഓക്കെ, ശരിയാ, എനിക്കിപ്പോ ഓർമ്മ വന്നു. അപ്പൊ ഇനിയിപ്പോ ഓർമ്മ വന്നിട്ടൊരു കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻസ് തീരാറായിട്ടോ. ഇപ്പൊ തീരുമാനമാവും ആർക്കാ കൂടുതൽ അറിയാം. ഓക്കെ, ഞാൻ ഒരു തവണ കണ്ടിട്ട് പിന്നെ സങ്കടം കൊണ്ട് കാണാത്തൊരു സിനിമ. ഒരു സിനിമയല്ല, കുറെ സിനിമ ഉണ്ടായില്ല. ഏത് സിനിമ എഴുതിയാലും മതി. ഓ, നിങ്ങൾ വേഗം ചെയ്യും. എഴുതിയ എല്ലാരും പറയുന്ന സിനിമ അവിടെ എഴുതിണ്ടാവില്ലേ? അതെ, നോക്കാം നമുക്ക്. ആ സിനിമ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിന്റ് കൊടുക്കും കേട്ടോ. അങ്ങനല്ലേ? ഈ സിനിമ അങ്ങനല്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ എഴുതിയ സിനിമ എടാ, എല്ലാരും പറയുന്ന സിനിമയായിരിക്കില്ലേ? അതല്ലേ മാറ്റണം. അല്ല, എന്ത് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനത്തെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിന്റ് കൊടുക്കും. ഓക്കെ. ഓക്കെ, ഞാൻ എഴുതി. ആ, എഴുതി. 3, 2, 1, go. എന്താ? ആകാശദൂത്. എന്റെ വീട് അച്ഛൻ്റെ. അതെല്ലാരും പറയുന്നല്ല. ആകാശദൂത് പിന്നെ കാണാൻ പറ്റില്ല. നിങ്ങളും അതല്ലേ എഴുതി? നമ്മളല്ലേ കറക്റ്റ്? അല്ല, നമ്മളും ഇതും ആണ് ഞാൻ കൂടുതൽ വിചാരിച്ചത്. നമ്മള് സിനിമ ഫുള്ള് കാണാൻ നമുക്ക് പറ്റില്ല. എല്ലാവർക്കും വായിച്ചിട്ടുണ്ടോ? ആകാശദൂത് ഇപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് പിന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആണ്. അപ്പൊ വേണ്ടെന്ന് പറയണേ? അല്ല, വേണം. പോയിന്റ് വേണം. അല്ല, എന്റെ അരമാർക്കാക്കും. ഞാൻ മനസ്സിലാക്കി ഉള്ള പോയിന്റ്സ് തരുന്ന സമയത്ത് വേണ്ട. അപ്പൂന്റെ അച്ഛൻ്റെ എഴുതി കഴിഞ്ഞാൽ 1/2 പോയിന്റ് കിട്ടും. അപ്പൂനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ടില്ലേ ഞാൻ പിന്നെ ചട്ടുനാക്കി ഇങ്ങനെ എഴുതി. എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? എന്റെ ഭഗവാനെ,
ഏറ്റവും വലിയ ഡ്രീം എഴുതി ഞാൻ. ഇതിലേക്ക് ഒരു സംശയമില്ല എന്തി എന്തുകൊണ്ടാ ഈ എഴുതാൻ കാരണം? ഡ്രീം ആയോണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരേ ഡ്രീം ഇല്ലേ? ഒരേ ഡ്രീമാണ്. നിങ്ങൾക്ക് മൂന്നാൾക്ക് മാത്രമേ ഡ്രീം. അല്ല എനിക്ക് ശരിയാണ്. എഴുതിയോ? എഴുതിയിട്ടുണ്ടോ? ദൈവത്തിനറിയാം. നീ അല്ല പറഞ്ഞു കൊടുക്കല്ലേ, മാർക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അതില്ല. എനിക്ക് ഇതിന്റെ ഉള്ള കൈ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് എനിക്ക് വേറെ. ഓക്കെ എഴുതിയില്ലേ? 3, 2, 1 ഗോ. ഫ്ലാറ്റ് ഒരുമിച്ച് ബിസിനസ്. അതുണ്ട്. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ ആദ്യം എഴുതി വെട്ടിയതാ. ആണല്ലേ? സംഭവം എന്താ വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് ഒരേപോലെ വരുന്ന സാധനങ്ങളാണ് ഞങ്ങൾക്ക് സംസാരിക്കുമ്പോ. അതെ, എല്ലാവർക്കും ഫ്ലാറ്റ് എന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ബിസിനസ് എന്നുള്ളതും. അതെ. അപ്പോ എനിക്ക് മാർക്ക് തരാന്നല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു വീട് ഉണ്ടാക്കാന്നുള്ളതാട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രീക്ക് പോയിട്ടില്ല. പക്ഷെ അത് കറക്റ്റ് ആണ്. പക്ഷെ മറ്റേത് കറക്റ്റാണ്. ഉദ്ദേശിച്ചത് വേറെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ. 4 പോയിന്റ് ഉണ്ടാ. അല്ല ഈ എന്താ എഴുതിയേ? ഞാൻ ഹോം. ഓക്കെ. അമലയുടെ പുച്ഛായിട്ട് ഇതൊക്കെ എനിക്കറിയാതെ ഇവിടെ. ഓക്കെ, ഇത് ഇനി വരാൻ പോണത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ചോദിക്കട്ടെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് guys. എനിക്ക് ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പക്ഷെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യം എന്താ? ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കത് ചെയ്യണം, അത് വേണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹം എത്രയോ കാലമായിട്ട്. അതെന്താ? രണ്ട് മൂന്നെണ്ണുണ്ടോ? ഞാൻ ഒറ്റ ഒന്നും എൻ്റെ മനസ്സിലുള്ളൂ. ഇത്രയും കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതോ? എൻ്റെ ഒരു ഇഷ്ടം. അതാണ് കറക്റ്റ് വേർഡ്. എൻ്റെ ഒരു ഇഷ്ടം. ഇഷ്ടം. ലാസ്റ്റ് ചോദ്യമാണ്. എൻ്റെ ഭയങ്കര എനിക്കിത് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, എനിക്ക് ഭയങ്കര വിഷമാവും. എന്താണ് കുറെ അതല്ല കാര്യം, ഇത് ഞാൻ അത്രയും എനിക്ക് ഇഷ്ടമുള്ളത്. അത് ഞാൻ തന്നെ ആ ഉത്തരം എനിക്ക് പറയുമ്പോ ഈ തെറ്റ് ചെയ്തതിന് എനിക്കെന്നെ വിഷമം വരും. അത്രയും എനിക്ക് ഇഷ്ടമുള്ളതാ. എനിക്ക് പറഞ്ഞിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ മോശ എഴുത് വേഗം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. എഴുതിയോ? ഓക്കെ, 3, 2, 1 ഗോ. മ്യൂസിക് പഠിക്കും. ശാസ്ത്രീയ സംഗീതം പഠിക്കാം. പാട്ട് പഠിക്കുക. പോയിട്ട് പഠിക്കണം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇതുവരെ പാട്ടൊന്നും പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പഠിക്കണം എന്ന്. പാട്ട് പഠിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. അതെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ ആവശ്യം വന്നില്ല ഗൈസ്. ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാ കിട്ടിയത്? ഓക്കെ, ഇനി ഫ്രണ്ട്സിന്റെ സൈഡിലാണോ അമലേട്ടനാണോ കിട്ടിയതെന്ന് നോക്കാം. ഓക്കെ, 14. 14. 14. ഇവിടെ ഓക്കെ, രണ്ടുപേര് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ജയിച്ചിരിക്കുന്നത് ഗൈസ്. അരമാർക്കിനെ പോയിട്ടുള്ളൂ. കാര്യം കുറച്ച് സമയത്തിനുള്ളിൽ ഒരുവിധം എന്നെ നല്ല മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം. അതെ, കാര്യം ഒരുപാട് കാര്യങ്ങള് കുറെ കാലത്തൊരു കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് മൊത്തം. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ, ചെറുപ്പം മുതൽ ഇതുവരെ അതെ. അപ്പൊ ശ്രീക്ക് 11, ഷാമിക്ക് 11, അമലേട്ടിന് 14, സല്ലേന് 14. അങ്ങനെ ഫ്രണ്ട്സ് ഗ്യാങ് വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചെലവ് മതി, അടുത്ത ദിവസം അനക്കൊരു കാര്യം അറിയാം. അന്ന് നിങ്ങൾ 3 പേര് ഇരുന്നേ, ജുനു ഈ ഞാൻ ഇരുന്നേല് ആരാ ജയിച്ച്? അതെ, അതിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം ഈ തന്നോ? സ്നേഹം കൊടുത്തു. അന്ന് പിന്നെ ആക്കുന്നോ? ഇനിയൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾക്ക് സ്നേഹം. പക്ഷെ അവരായിട്ട് ഇത്രത്തോളം അഞ്ചിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ
അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. തുടക്കത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങളെ ഫസ്റ്റ് ചാലഞ്ച് ആയിരുന്നു. ഇതുപോലത്തെ ഒരുപാട് ചാലഞ്ച് വരും. അതെ. വരില്ലേ? പോയത് പോയി അടുത്തേ പിടിക്കാം. ഓക്കെ, എന്നാലും എൻജോയ് ചെയ്തു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരിട്ടാണ് കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ This is Shamya. This is Sanjita. signing off.